സൺ ഡയറക്റ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റീചാർജിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എമൗണ്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അധികം ആളുകളും ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് തുറന്നപ്പോൾ തന്നെ അധികം ആളുകളും മെസ്സേജ് അയച്ച് കാണിക്കുന്നുണ്ട്. അതായത് പ്ലാൻ മാറി എന്നല്ല, റീചാർജ് ചെയ്ത എമൗണ്ട് പിക്ചർ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് തമിഴ് ചാനലെല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ മലയാളം പാക്കേജിൽ മലയാളം ചാനലും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എമൗണ്ട് കറക്റ്റാണ് ചെയ്തത്, റീചാർജ് ചെയ്തിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്യുക പറഞ്ഞിട്ടായിരുന്നു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്നാണ് റീചാർജിൻ്റെ എമൗണ്ടിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളുമാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലിസ്റ്റും കാര്യങ്ങളും നോക്കാം. അതായത് ആദ്യം മലയാളം പാക്കേജ്, ജോയ് പാക്കേജ്, ബേസിക്, ഗോൾഡ്, പ്രീമിയം, അൺലിമിറ്റഡ്, അൾട്ടിമേറ്റ് പാക്ക് എന്നിങ്ങനെയായിരുന്നു വന്നിട്ടുള്ളത്. അതായത് ജോയ് പാക്കേജ് 196 രൂപയായിരുന്നു. അതുപോലെ മലയാളം ബേസിക് 219 അതായത് 219 പാക്കേജാണ് അധികം ആളുകളും റീചാർജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്കാണ് ഇങ്ങനത്തെ പ്രശ്നം വന്നിട്ടുള്ളത്. അവർ ഇന്ന് റീചാർജ് ചെയ്യുമ്പോൾ 219 പാക്കേജ് ചെയ്തിട്ട് അത് ആക്റ്റീവ് ആകുന്നുണ്ട്. പക്ഷേ അതിൽ തമിഴ് പാക്കേജ് കാര്യങ്ങളാണ് അവർക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുമോ, അതിൽ മലയാളം ചാനൽ വന്നിട്ടില്ല എന്നിങ്ങനെ ഉള്ള ഇഷ്യൂ ആണ് ഇന്ന് വാട്സപ്പിൽ മൊത്തമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ മെസ്സേജ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്ലാൻ ഇന്നാണ് മാറിയിട്ടുള്ളത്. അപ്പം മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നമുക്ക് പ്ലാൻ നോക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മലയാളം ഗോൾഡ് 259, പിന്നെ പ്രീമിയം 309, പിന്നെ 261. ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ ആദ്യത്തെ പ്ലാനിൽ ലിസ്റ്റിൽ മാറ്റം വന്നിട്ടുള്ളത്. പഴയ പാക്കേജ് ഇങ്ങനെയാണ്. അപ്പോൾ പുതിയ പാക്കേജും കാര്യങ്ങളൊന്നും നോക്കാം നമുക്ക്. പുതിയ പാക്കേജിൽ വരികയാണെങ്കിൽ ഇപ്പം ജോയ് പാക്കേജിൽ വരുന്നത് മലയാളം ജോയ് വരുന്നത് 211 രൂപയാണ്. അതായത് 196 സ്ഥാനത്ത് 211 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ ഉള്ള NCF 59 പാക്കേജ് ഇപ്പോൾ നിലവിലുണ്ട്. അത് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിപ്പോൾ 59 രൂപയിലാണ് നിലനിൽക്കുന്നത്. പിന്നെ ജോയ് പാക്കേജ് 196 211 ആയിട്ടുണ്ട്. പിന്നെ ബേസിക് 219 ചെയ്യുന്ന വ്യക്തികൾക്കുള്ള പ്രശ്നം, ഇപ്പോൾ അവർ ചെയ്യേണ്ടത് 229 രൂപയാണ് റീചാർജ് ചെയ്യേണ്ടത്. അധികം ആളുകൾ 219 ചെയ്യുമ്പോൾ അത് തമിഴിൻ്റെ പാക്കേജ് HD തമിഴ് പാക്കേജാണ് ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം പാക്കേജ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ബേസിക് 229, പിന്നെ 3 മാസത്തേക്ക് 599 ഉണ്ട്. പിന്നെ 6 മാസത്തേക്ക് 1189 രൂപയാണ് വരുന്നത് ബേസിക് പാക്കേജ്. പിന്നെ വരുന്നത് സിൽവർ പാക്കേജാണ്. സിൽവർ പാക്കേജ് ഒരു മാസത്തേക്ക് 250 രൂപയാണ് വരുന്നത്. 3 മാസത്തേക്ക് 690, 6 മാസത്തേക്ക് 1250 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു വർഷത്തേക്ക് 2500 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പാക്കേജ് 283 രൂപയാണ് വരുന്നത്. 3 മാസത്തേക്ക് 710 രൂപയാണ് വരുന്നത്. 6 മാസത്തേക്ക് 1429 രൂപയുമായിട്ടാണ് വരുന്നത്. പിന്നെ മലയാളത്തിൻ്റെ അൾട്ടിമേറ്റ് പാക്കേജ് വന്നിട്ടുണ്ട്. അതായത് 284 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. 6 മാസത്തേക്ക് 1509 രൂപയാണ് വരുന്നത്. പിന്നെ മലയാളത്തിൻ്റെ പ്രീമിയം പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീമിയം പാക്കേജിൽ 329 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. 3 മാസത്തേക്ക് 859 രൂപയാണ് വരുന്നത്. 6 മാസത്തേക്ക് 1729 രൂപയാണ് വരുന്നത്. അപ്പം ഇതാണ് പുതിയ റീചാർജിൻ്റെ പ്ലാനും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇനി മുതൽ 219 ചെയ്യുന്ന കസ്റ്റമേഴ്സ് എല്ലാം 229 രൂപയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അത് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് HD പാക്കേജിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ നോക്കാം. HDയിൽ ആദ്യം വരുന്ന പാക്കേജ് മലയാളം ബേസിക്കാണ്. മലയാളം ബേസിക്കിൽ ആദ്യം എല്ലാവരും റീചാർജ് ചെയ്തിരുന്നത് 241 രൂപയാണ്. അതുപോലെ തന്നെ മലയാളം ഗോൾഡ് ചെയ്തിരുന്നത് 289 രൂപയാണ്. അപ്പോൾ ഈ 2 പാക്കേജാണ് ഉണ്ടായിരുന്നത്. അതായത് മലയാളം ബേസിക്, മലയാളം ഗോൾഡ് എന്നിങ്ങനെ 2 പാക്കേജായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ മലയാളം എക്കോണമി, മലയാളം വാല്യൂ, മലയാളം സൂപ്പർ വാല്യൂ എന്നിങ്ങനെയുള്ള പാക്കേജ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ മലയാളം എക്കോണമി പാക്കേജ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് HD റീചാർജ് ചെയ്യുന്ന കസ്റ്റമർക്ക് 228 രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അതായത് മലയാളത്തിൽ സാധാ ബേസിക് പാക്കേജ് ചെയ്യുന്ന 229 രൂപയുള്ള സ്ഥാനത്ത് HDയിൽ 228 രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ HD ബോക്സുള്ള ഏത് സാധാരണക്കാരനും റീചാർജ് ചെയ്യാനുള്ള പാകത്തിലാണ് അവർ ബേസിക് HDയുടെ എക്കോണമി പാക്കേജ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ എക്കോണമി പാക്കേജ് 3 മാസം ചെയ്യുകയാണെങ്കിൽ 627 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ 6 മാസത്തേക്ക് 1139 രൂപയാണ് വന്നിട്ടുള്ളത്.
ഇനി അടുത്തതായിട്ട് HD വാല്യൂ പാക്ക് ഒരു മാസത്തേക്ക് 268 രൂപയാണ് വരുന്നത്. പിന്നെ 3 മാസത്തേക്ക് 747 രൂപയാണ് വരുന്നത്. 6 മാസത്തേക്ക് 1340 രൂപയുമാണ് വരുന്നത്. പിന്നെ മലയാളത്തിൻ്റെ HDൻ്റെ സൂപ്പർ വാല്യൂ പാക്ക് 308 വരുന്നത് ഒരു മാസത്തേക്ക്. പിന്നെ 3 മാസത്തേക്ക് 867 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ 6 മാസത്തേക്ക് സൂപ്പർ വാല്യൂ പാക്കേജ് 1540 വരുന്നത്. അപ്പം ഇതാണ് പുതിയ റീചാർജിൻ്റെ അമൗണ്ടും കാര്യങ്ങളും. അപ്പോൾ ഇനി മുതൽ ആരും HDൻ്റെ പാക്കേജ് ആയാലും 241 289 ഉള്ള പാക്കേജിന് ചെയ്യരുത്. ഇനി മുതൽ എക്കോണമി വരുന്നത് 228 അതുപോലെ തന്നെ സൂപ്പർ വാല്യൂ 308 പാക്കേജുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റീചാർജ് എമൗണ്ട് നോക്കി ചെയ്യുക. അല്ലാത്ത പക്ഷേ അത് വേറെ പാക്കേജിലേക്ക് ആക്റ്റീവ് ആവുകയാണ്. അപ്പം ആക്റ്റീവ് ആയ പാക്കേജ് എങ്ങനെയാണ് മാറ്റിയെടുക്കാം എന്നുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് കുറേ ആളുകൾക്ക് കസ്റ്റമർ മെസ്സേജ് ഇട്ടതിനനുസരിച്ച് അവർക്കത് റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പാക്കേജ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ ഓഫറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട വിവരവും കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. ഇപ്പം എല്ലാവരും റീചാർജ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സിന് ഇനി മാറി റീചാർജ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും നോക്കിയതിന് ശേഷം റീചാർജ് ചെയ്യുക. But thank you for the video watching the video. Thanks.